ദേഷ്യം അങ്ങനെ അത്രയും കൊള്ളില്ലാത്തൊരു എമോഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞാൽ തീർന്നു എന്ന് പറയരുത്. പറയുന്നത് കൊണ്ടുണ്ടായ പ്രത്യാഘാതം തീരുന്നില്ല. ആ ഫ്രസ്ട്രേഷൻ മാറാൻ മീനിങ് ആയ എന്തെങ്കിലും അവർ ചെയ്യണമെന്ന് അവർ തീരുമാനിക്കണം. ഫ്രസ്ട്രേഷന്റെ പരിഹാരമല്ല ദേഷ്യത്തിന്റെ പരിഹാരം. എമോഷൻ സ്പ്രിങ് പോലെയാന്ന് പറയും. നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മുടെ ലൈഫിൽ കുറെ ഇമോഷൻസ് വന്നു പോകാറുണ്ട്. ഇപ്പോൾ സങ്കടം, വിഷമം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരാറുണ്ട്. ഇതിൽ ഏറ്റവും അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ നമ്മൾ ദേഷ്യപ്പെട്ടു പോകാറുണ്ട് മറ്റുള്ളവരുടെ അടുത്ത്. അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, നമുക്ക് നമ്മുടെ എനർജി പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിലർ പറയണ കേട്ടിട്ടില്ലേ, മൂക്കത്താണ് ശുണ്ഠി ദേഷ്യം എന്നൊക്കെ പറയുന്നത്. ഈ ആങ്കർ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും പലർക്കും അത് സാധിക്കാതെ പോകുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ എന്താണ് സർ ശരിക്കും ദേഷ്യപ്പെടുന്നതിന്റെ ഒരു കാരണങ്ങള്, അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, നമ്മുടെ ലൈഫിൽ അതിനെങ്ങനെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം? ദേഷ്യം അങ്ങനെ അത്രയും കൊള്ളില്ലാത്തൊരു എമോഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദേഷ്യം മനുഷ്യന് ഉണ്ടാവേണ്ട എമോഷൻസിൽ ഒന്ന് തന്നെയാണ്. എനിക്കും ദേഷ്യമൊക്കെ വരാറുണ്ട് കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡോമിനൻ്റ് എമോഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചിലർക്ക് ദേഷ്യമായിരിക്കും അവരുടെ ഡോമിനൻ്റ് എമോഷൻ. അപ്പോൾ ദേഷ്യം തെറ്റല്ല, പക്ഷെ ആ ദേഷ്യം മാനേജ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് അതിഭീകരമായിരിക്കും എന്നാണ്. അപ്പോൾ പലപ്പോഴും അതിനെ മാനേജ് ചെയ്യാൻ മനുഷ്യനാണ്. ആളുകൾക്ക് ദേഷ്യം വരും. ദേഷ്യം ഒട്ട് വരുന്നില്ലെങ്കിൽ അയാളൊരു വികാരമില്ലാത്ത ജീവിതമാണ്. പക്ഷെ അത് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഫാമിലി ലൈഫിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ദേഷ്യം വരുന്ന സമയത്ത്, ഭർത്താവിനോട് ഭാര്യയ്ക്കോ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദേഷ്യം വരുന്ന സമയത്ത് ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവം അവരെടുത്തുകൊണ്ടുവരും. അത് ഭയങ്കര അപകടമാണ്. ഇനി ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവം പറയുന്നത് മാത്രമല്ല, ഭൂതകാലത്തിൽ നടന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു അപാകത എടുത്തുകൊണ്ട് വരും. അത് ഭയങ്കര, ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്തതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉദാഹരണം, ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഇവർ വളരെ ആത്മാർത്ഥമായി ജീവിച്ച സമയത്ത്, സ്നേഹത്തോട് ജീവിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. ആ ദേഷ്യം വരുന്ന സമയത്ത് നീ അന്ന് അങ്ങനെ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ് ആ പഴയ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ റിലേഷൻഷിപ്പിൽ അവരാഗ്രഹിക്കാത്ത, ഇപ്പോൾ ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, അത് അവരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കേൾക്കാൻ സന്തോഷമുണ്ടാവും. പക്ഷേ അവരുടെ ലൈഫിലുണ്ടായ ഒരു റിലേഷൻഷിപ്പ് മിസ്റ്റേക്കിനെ ഇപ്പം കൊണ്ടുവന്നിട്ട് നമ്മൾ പറയുന്നത് ഭയങ്കര ക്രൂരമാണ്. ഇങ്ങനെ ഒരു ആങ്കർ വരുന്ന സമയത്ത് നമ്മൾ വേറൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിൽ വിടവുകൾ ഉണ്ടാക്കും. ഈ റിലേഷൻഷിപ്പിലെ വിടവ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയില്ലേ, പണ്ട് നിങ്ങൾ ഞാനൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതായത് ഒരു കുട്ടി ഭയങ്കരമായി ദേഷ്യപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. അല്ല, ഞാൻ ഉപയോഗിച്ചു, പിന്നെ ഞാൻ മാപ്പ് പറഞ്ഞല്ലോ, ഞാൻ ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആ കുട്ടീനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആണി എടുത്ത് ഒരു മരത്തിൽ അടിക്കും. എന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ. എന്നിട്ട് ഇപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളിത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഈ ആണി ഊരിക്കഴിഞ്ഞാൽ, ആണി ഊരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആണി തറച്ച സ്ഥലത്ത് ഓട്ടം അവിടെ തന്നെ ഉണ്ടാകും എന്നീ അച്ഛൻ മകനോട് പറയുന്ന പോലെ, നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, ചില കാര്യങ്ങൾ ആണി തറയ്ക്കുന്ന പോലെ അവിടെ തറച്ചു നിൽക്കുകയും നമ്മളെ ബാധിക്കുകയും ചെയ്യും. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു മാനേജ്മെന്റ് നടന്നില്ലെങ്കിൽ കൈവിട്ടു പോകും. ഇപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, കൊലപാതകങ്ങൾ, ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതെല്ലാം ഒരു മാനേജ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് എന്നാണ്. ഈ പല സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഈ എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ദേഷ്യം ഇത് വാലിഡ് ആണോ എന്ന് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറില്ല. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് പെട്ടെന്ന് അതിന് റിയാക്ട് ചെയ്യാറാണ് പതിവ്. ഒരിക്കലും ആ എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ദേഷ്യം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ശരിക്കും ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യാറില്ല. നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കാര്യത്തിനെ പെട്ടെന്ന് റിയാക്ട് ചെയ്തതാണ് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുന്നത്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അല്ല, ആ സമയത്ത് അത് ചിന്തിക്കാൻ കഴിയില്ല എന്നാ പറയുക. എന്താ വെച്ചാല്, നമുക്ക് നമ്മുടെ തലച്ചോറിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് അമഗ്ഡല എന്ന് പറയുന്നത്. ഈ എമോഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ആ ഭാഗമാണ്. അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത് ആവശ്യമാണോ ഇല്ലയോ എന്ന് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല.
അതിൽ തെറ്റില്ല. പക്ഷേ നമുക്ക് എങ്ങനെയാണ് മാനേജ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ തന്നെ പിന്നീട് നമ്മൾ വളരെ നോർമലായിരിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയും അടുത്ത തവണ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യാന്ന് തീരുമാനിക്കുകയും തിരികെ പഴയ പോലെ തന്നെ ചെയ്യും നമ്മൾ. പക്ഷേ ഇങ്ങനെ കുറേ തവണ നമ്മൾ അതിനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകും. എപ്പോഴും പറയില്ലേ, നമ്മുടെ പല സ്കില്ലുകളും എമോഷണൽ പാറ്റേൺസ് എല്ലാം അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നതാണ്, ബോധപൂർവമല്ല, വളരെ അബോധപൂർവമായി ചെയ്യുന്നതാണ്. പക്ഷേ അബോധപൂർവമായ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി? ബോധപൂർവമായ ആവർത്തനങ്ങളാണ് അബോധപൂർവമായി ആവർത്തനങ്ങളായി മാറുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് അടുത്ത തവണ ഞാൻ ഇങ്ങനെയായിരിക്കില്ല, അടുത്ത തവണ ഞാൻ ഇങ്ങനെയായിരിക്കില്ല എന്ന് ഓരോ തവണയും നമ്മളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് ആ പാറ്റേൺ നമുക്ക് മാറിക്കിട്ടും എന്നതാണ്. എപ്പോഴും പറയും വളരെ എളുപ്പം മാനേജ് ചെയ്യാൻ ഒരു സിമ്പിൾ, നമ്മൾ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാരണമായിരിക്കില്ല നിങ്ങൾക്ക് ദേഷ്യം വരുന്ന കാരണം. ഒരേ സംഭവമായിരിക്കും. ട്രാഫിക് ജാം, 2 ഡ്രൈവർമാർ, ഒരു ഡ്രൈവർക്ക് ദേഷ്യം വരുന്നു, മറ്റൊരു ഡ്രൈവർക്ക് ദേഷ്യം വരുന്നില്ല. അതിനെങ്ങനെയാ പറയുക? ദേഷ്യം വരാൻ ചില ട്രിഗേഴ്സ് ഉണ്ട്. അത് എൻ്റെ ട്രിഗർ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ട്രിഗർ. നിങ്ങളുടെ ദേഷ്യത്തിന്റെ ട്രിഗർ എന്താണെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ആ ട്രിഗറാണ് നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആ ട്രിഗർ, ഒരു ട്രിഗർ, ആ ട്രിഗറുമായി ബന്ധപ്പെട്ട ഒരു തോട്ട്, ആ തോട്ടുമായി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എമോഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതിങ്ങനെയല്ലോ ചിന്തിക്കണ്ടേ, ഇയാൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ചിന്തിക്കണ്ടേ എന്ന് ബോധമുള്ള സമയത്ത് ആലോചിച്ച് ഈ പാറ്റേണെ മാറ്റാൻ ശ്രമിക്കാം. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ ഈ ട്രിഗറിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അതൊരു എസ്കേപ്പിസമാണ്, എന്നാലും അതൊരു മെത്തേഡാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ മാറി നിൽക്കുക. ഇപ്പോൾ ഉദാഹരണം, ചില കാര്യങ്ങൾ ഇപ്പൊ റിയാക്ട് ചെയ്താൽ ശരിയാവില്ല തോന്നിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് മാറുക എന്നതാണ്. അങ്ങനെ ചെയ്യുന്നതും ഒരു നല്ല സ്ട്രാറ്റജി ആണെന്ന്. തീർച്ചയായിട്ടും. ഇത് കൈവിട്ടു പോകും, 2 പേരും അങ്ങനെയാണ്, കൈവിട്ടു പോകും എന്ന സമയത്ത് ഏറ്റവും ചില ആളുകൾ പറയില്ലേ, ഭാര്യ ഭർത്ത വഴക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഭാര്യ പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കും. മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കോ, അല്ലെങ്കിൽ കുറച്ച് വേറെ റൂമിൽ പോയിരിക്കോ, ഇല്ലെങ്കിൽ ഭർത്താവ് ആ സമയത്തൊന്ന് ചായ പിടിക്കാം. ഇതൊരു നല്ല ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ മൂപ്പിച്ച് കൊണ്ടുവന്ന് ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പല സ്ഥലങ്ങളിലും പല റിലേഷൻഷിപ്പിലും കണ്ടിട്ടുള്ളത്, നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന ടൈമിൽ പറയില്ല, അതിങ്ങനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും. ഒബ്വിയസ്ലി നമ്മളൊരു ഇമോഷണൽ ബാക്ക്ലോഗിലേക്ക് പോകും. അത് പിന്നീട് ഒരു ദേഷ്യമായി മാറി നമ്മൾ അയാൾക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ അയാളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ? ഇല്ല, നിങ്ങൾ എന്ത് പറയുന്നു എന്നല്ല, നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നതാണ്. നിങ്ങൾക്ക് മാനേജ്മെന്റ് അതിലാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളോട് പ്രകടിപ്പിക്കാമോ? പ്രകടിപ്പിക്കാം. പക്ഷെ പ്രകടിപ്പിക്കുന്നതിന്റെ രീതിയാണ് പ്രധാനം. അത് ആ രീതി നമുക്ക് പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യം വരുമ്പോൾ പ്രകടിപ്പിക്കാതിരിക്കുന്നതും ചില നേരങ്ങളിൽ അപകടമാണ്. കാരണം ഈ എമോഷൻ സ്പ്രിങ് പോലെയാന്ന് പറയും. സ്പ്രിങ് ഇങ്ങനെ അമർത്തി വെച്ചാൽ എപ്പോഴെങ്കിലും അത് ചാടി അതിനേക്കാൾ പൊക്കത്തിച്ചാടും. അപ്പം അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതെ ഇങ്ങനെ പിടിച്ചു വെച്ച് പക്ഷെ അത് നിങ്ങളത് പറയണം. പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നത് കൂടി വളരെ പ്രധാനമാണ്. അല്ലാണ്ട് ചില ആളുകൾ എപ്പോഴും പറയും ഞാൻ പറഞ്ഞാൽ തീർന്നു, ഞാൻ അങ്ങനെയൊക്കെ പറയും, ഞാൻ പറഞ്ഞാൽ തീർന്നില്ലെന്നേ. നിങ്ങൾ ആണി അടിച്ചതാണ്. ആണി ഊരിയാലും ദ്വാരം അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ തീർന്നു എന്ന് പറയരുത്. പറയുന്നത് കൊണ്ടുണ്ടായ പ്രത്യാഘാതം തീരുന്നില്ല. അപ്പം അതുകൊണ്ട് വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് രീതി അല്ലേ? ഇങ്ങനത്തെ ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ചില ആളുകൾ ഈ ആങ്കർ മാനേജ്മെന്റിൽ ഭയങ്കരമായിട്ട് പുറകോട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അതായത് എന്ത് പറഞ്ഞാലും ദേഷ്യമാണ് അവരുടെ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ഭാവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതെങ്ങനെയാണ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അല്ല, ഇതിൽ ഒന്ന് ചിലപ്പോ ദേഷ്യം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. കേട്ടോ, ഒരു ഉദാഹരണം പറയാം. ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നൊരു ഇത് വന്നാൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ അത് യഥാർത്ഥത്തിൽ ചില സാഹചര്യങ്ങളിൽ ദേഷ്യമല്ല, ആ ദിവസത്തെ വർക്ക് മീനിങ് ഫുള്ളായി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
ഫ്രസ്ട്രേഷനാണ് ഞാൻ ദേഷ്യമായി പ്രകടിപ്പിക്കുന്നത്. ഫ്രസ്ട്രേഷന്റെ പരിഹാരമല്ല ദേഷ്യത്തിന്റെ പരിഹാരം. പലപ്പോഴും വീട്ടിലെ ആളുകൾ ദേഷ്യപ്പെടുന്നത് ഫ്രസ്ട്രേഷനാണ്. ഇപ്പൊ ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഭാര്യയ്ക്ക് അവരുടെ ജോലി പോവാണ്ടായി, കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളെ നോക്കി, അപ്പൊ എന്തോ നഷ്ടപ്പെട്ടു എന്ന് അവരുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ചിലപ്പോൾ ദേഷ്യമായി വരുന്നത്. അപ്പൊ അത് ദേഷ്യമാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് ആ ഫ്രസ്ട്രേഷൻ മാറാൻ മീനിങ് ആയി എന്തെങ്കിലും അവർ ചെയ്യണമെന്ന് അവർ തീരുമാനിക്കണം. അത് ചെയ്താൽ സ്വാഭാവികമായിട്ട് ദേഷ്യം വരില്ല. ഇതുപോലെ ഇത് തിരിച്ചു ഭർത്താവിന്റെ കാര്യത്തിൽ നമ്മൾ മീനിങ് ആയി ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്ന ഒരാൾക്ക് അപ്പൊ യഥാർത്ഥ റൂട്ട് കോസ് എന്താ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം തന്നെ. ഇനി അങ്ങനെ ദേഷ്യമാണെങ്കിൽ ദേഷ്യമാണ്, ആ ദേഷ്യത്തിന്റെ ട്രിഗർ എന്താ, ആ ട്രിഗർ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ പാറ്റേൺ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഇന്റേണൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഇത് മാനേജ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ മധുഭാസ്കരൻ പെർഫെക്റ്റ് ആണ് എന്ന അർത്ഥത്തിലേ അല്ല കേട്ടോ. നമുക്കും ദേഷ്യം വരും, നമുക്കും ചില നേരങ്ങളിൽ കൈവിട്ടു പോകും. പക്ഷേ നമ്മളതിനെക്കുറിച്ച് ഭയങ്കരമായി റിഫ്ലക്ട് ചെയ്യുകയും ഓരോ തവണ നമ്മളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ഒരു പോസിറ്റീവായ കാര്യമായി നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ എല്ലാവരും. ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇപ്പൊ മീനിങ് ഫുൾ വർക്കിനെ പറ്റി സാറ് പറഞ്ഞു, ഫെയിലിയേഴ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് വിഷമം വരും, ആ പരാജയങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഇല്ലേ? പരാജയപ്പെടുമ്പോ ദേഷ്യം എന്ന് പറയുന്ന വികാരത്തിനേക്കാൾ അല്ല, ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യമായിട്ട് ഞാൻ ഇതിനൊന്ന് കണക്ട് ചെയ്തതാ. ഫ്രസ്ട്രേഷനെ ഇവർ ദേഷ്യമായിട്ട് കാണും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഫ്രസ്ട്രേഷന് നമ്മൾ നമ്മുടെ പ്രവർത്തികളെ മാറ്റുക എന്നാണ്. ദേഷ്യം അങ്ങനെയല്ല. ദേഷ്യത്തിനൊരു വാലിഡായ കാരണം ഉണ്ടെങ്കിൽ ആ വാലിഡായ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം, അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു ലൈൻ പോലെ സാറിന് ഇപ്പൊ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം എന്ന്, ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആരെങ്കിലും പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് സാറ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? നിങ്ങളുടെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓരോ ഇൻസിഡന്റുകളും അതിന്റെ കോൺസിക്വൻസും നിങ്ങൾ ആ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം റിഫ്ലക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിന് ഒരു പ്രത്യാഘാതം ഉണ്ടായി, നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് എനിക്ക് ദേഷ്യമുണ്ടാക്കി, ഈ ദേഷ്യത്തിന് ഒരു കോൺസിക്വൻസ് ഉണ്ട്. എന്താണ് കോൺസിക്വൻസ്? ചിലപ്പോൾ നമ്മുടെ ബന്ധം തീരും, അല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകുന്നു, എന്റെ സമാധാനം പോകും. ഈ കോൺസിക്വൻസ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ കോൺസിക്വൻസിന് പറ്റിയ ഒരു എക്സ്പ്രഷനോ ഒരു റിയാക്ഷനോ ആണ് ഞാൻ എടുക്കേണ്ടത്. റിവേഴ്സ് ഓർഡറിൽ വർക്ക് ചെയ്താൽ നമുക്കിതിനെ പെട്ടെന്നല്ല സ്ലോ ആയിട്ട് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കറക്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. വ്യക്തികളുടെ വളർച്ച എന്ന് പറയില്ലേ, സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയില്ലേ, ഇതിനെയാണ് ഞാൻ സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലൊരു ക്ലാരിറ്റി നല്ലോണം വന്നു. ഇപ്പൊ ലാസ്റ്റ് സാറ് പറഞ്ഞൊരു മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് നമ്മളിത് കുറെ സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി, പക്ഷെ എന്നാലും കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതെല്ലാം യൂസ്ഫുൾ ആകട്ടെ. ഇനിയും ഇതുപോലത്തെ നല്ലൊരു പേഴ്സണൽ ഡെവലപ്മെന്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു കൃഷ്ണ.